Good afternoon all. നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ സിലബസിലേക്കുള്ള ആദ്യത്തെ പോർഷൻ അരിത്തമെറ്റിക് മീൻ, അതാണ് ഇന്നുള്ളത്. ആവറേജ്. An average is a value that is a typical or representative of a set of data. ഒരു ഡേറ്റയുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്. Since such typical values tend to lie centrally within a set of data arranged according to magnitude, averages are also called measures of central tendency. Several types of averages are defined. The most common is arithmetic mean, median, mode, geometric mean, and the harmonic mean. Each has advantages and disadvantages depending on the data and intended purpose. അതിൽ ഫസ്റ്റ് കുറച്ചധികം ആവറേജസ് ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഒന്ന് അരിത്തമെറ്റിക് മീന്, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, എക്സെട്ര. അതിൽ അരിത്തമെറ്റിക് മീനാണ് ഇപ്പോൾ പറയാൻ പോണത്. അരിത്തമെറ്റിക് മീൻ ഇപ്പം നമ്മളിപ്പോൾ രണ്ട് നമ്പർ എടുത്തു, 10, 20. അതിൻ്റെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 + 20/2 എത്ര എണ്ണം ഉണ്ട് അതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 3 എണ്ണം ഉള്ളതെങ്കിൽ 10, 20, 30, 10 + 20 + 30/3. ഇപ്പോൾ ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ ജനറൽ n നമ്പേഴ്സിനാണ് പറഞ്ഞിരിക്കുന്നത്. ദ അരിത്തമെറ്റിക് മീൻ or briefly the mean of a set of numbers x1, x2, etc. xn is defined by x bar and is denoted as x bar is equal to x1 plus x2 plus etc. plus xn all divided by n. n numbers ആണുള്ളത്, അത് വെച്ച് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതി സിഗ്മ j ഈക്വൽ ടു 1 to n xj by n or sigma x by n. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ ഓഫ് 8, 3, 5, 12 and 10. അപ്പോൾ ഇത് ആദ്യം നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 8 + 3 + 5 + 12 + 10. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 38 കിട്ടും. ഇനി ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5 ഡിവൈഡഡ് ബൈ 5. 38 ഡിവൈഡഡ് ബൈ 5 7.6. ഇനി നമുക്കിപ്പോൾ ഫ്രീക്വൻസിയും കൂടെ ഉണ്ട്. If the numbers x1, x2, etc. xk occur f1, f2, etc. fk times respectively, then the arithmetic mean is x bar is equal to f1 x1 plus f2 x2 plus fk plus etc. fk xk divided by f1 plus f2 plus etc. fk. അതായത് നമുക്കിവിടെ x1 f1 ടൈംസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ x1 + x1 + എക്സെട്ര ഈ ഫോം, ആ പഴയ ഫോമിൽ x1 + x2 + എക്സെട്ര അങ്ങനെ f1 ടൈംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ f1 x1, അടുത്തെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ f2 x2, അങ്ങനെ ഡിവൈഡഡ് ബൈ ടോട്ടലിൽ വരുമ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന f1 വരെ വന്നിരിക്കുന്ന f1 + f2 + എക്സെട്ര അങ്ങനെ fk വരെ, which is equal to sigma f1 j equal to 1 to k fj xj by sigma fj, which is equal to sigma fx by sigma f. sigma f തന്നെയാണ് ക്യാപിറ്റൽ N ടോട്ടൽ ഫ്രീക്വൻസി. സോ sigma fx by ക്യാപിറ്റൽ N. ഇനി 5, 8 and 6 2 occur with frequencies 3, 2, 4 and 1 respectively. Find the arithmetic mean. അപ്പോൾ 5 occur ചെയ്യുന്നത് 3 times, x occur ചെയ്യുന്നത് 8 times, 8 occur ചെയ്യുന്നത് 2 times, 6 occur ചെയ്യുന്നത് 4 times, 2 occur ചെയ്യുന്നത് 1 times. അപ്പോൾ നമ്മൾ ആദ്യം 5 × 3 + 8 × 2 + 6 × 4 + 2 × 1 ഡിവൈഡഡ് ബൈ 3 + 2 + 4 + 1. അപ്പം മുകളിൽ അടിയുമ്പോൾ 3 × 5 15 + 2 × 8 16 + 4 × 6 24 + 1 × 2 2. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 31 + 24 55 57 ഡിവൈഡഡ് ബൈ 10 5.7. അപ്പോൾ അതാണ് ഇവിടെ ടേബിളിൽ ചെയ്തിരിക്കുന്നത്. എക്സ് നമ്മൾ ഹിസ്റ്റോഗ്രാമിനൊക്കെ ചെയ്ത പോലെ എക്സ് എഴുതി, ഫ്രീക്വൻസി എഴുതി, എഫ് എക്സ് എഴുതി. അപ്പോൾ ടേബിളായിട്ട് സെയിം ഫോർമുല പ്രോബ്ലം ചെയ്യുന്നതാണ്. എഫ് എക്സ് എഫ് എഫ് എക്സ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്
അപ്പോൾ നമുക്കിവിടെ സിഗ്മ എഫ് എക്സ് 57 കിട്ടി. സിഗ്മ എഫ് 10, 57/10, 5.7. ഇനിയെല്ലാം നമ്മൾ ടേബിൾ വെച്ചാണ് ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് 100 നമ്പേഴ്സ് 20s were false. അപ്പം 20 എന്നുള്ളത് 20 were false. അപ്പോൾ എക്സ് എന്നുള്ളത് 4ഉം എഫ് ഈസ് 20. 40 were 5s. 5 എക്സും 40 എഫും. 30 were 6s. അപ്പോൾ 6 ആണ് എക്സ് ആയിട്ട് വരിക, 30 എഫും. ആൻഡ് ദ റിമൈൻഡർ വേർ 7s. അപ്പോൾ റിമൈൻഡർ എത്രയുണ്ടെന്ന് കാണണം. 7 എക്സ് കിട്ടി. അപ്പോൾ ഇവിടെ ടോട്ടൽ 100 ആണ്. അപ്പോൾ 100ൽ 20 ഉണ്ട്, 40 ഉണ്ട്. 20 + 40 60, 60 + 30 90. ബാക്കി എത്രയുണ്ട്? 100ൽ നിന്ന് 90 കുറച്ച് കഴിഞ്ഞപ്പോൾ 10. അപ്പോൾ ഇവിടെ 10 വന്നു. സോ എഫ് എക്സ് ഈക്വൽ ടു, ഇനി എക്സും കിട്ടി എഫും കിട്ടി. ഇനി എഫ് എക്സ് എഴുതുക. എക്സ് ഈസ് 420, എഫ് എക്സ് ഈസ് 80, എക്സ് ഈക്വൽ ടു 5, f equal to 40, fx equal to 5 into 40, 200, x equal to 6, f equal to 30, 180, x equal to 7, f equal to 10, 70. So sigma f equal to 100 തന്നിട്ടുണ്ട്. സിഗ്മ എഫ് എക്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. 80 + 200, 280, 280 + 180, 460, 460 + 70, 530, 530 divided by 100, x bar is equal to 5.3. ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് അരിത്തമെറ്റിക് മീൻ പോലെ തന്നെയാണ് വെയ്ഡ് അരിത്തമെറ്റിക് മീൻ. ഇപ്പോൾ സെയിം കാര്യമാണ്. ഇവിടെ ഫ്രീക്വൻസിക്ക് പകരം ഇവിടെ ഉള്ളത് വെയിറ്റ് ആണ് മാത്രം. സെയിം ഫോർമുലയാണ്. സിഗ്മ എഫ് എക്സ് ബൈ എന്നിന് പകരം ഇവിടെ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫിന് പകരം സിഗ്മ ഡബ്ല്യു എക്സ് ബൈ സിഗ്മ ഡബ്ല്യു. Sometimes we associate with the numbers x1 to xk certain weighing factors or weights w, w2, etc. wk depending on the significance or importance attached to the numbers. In this case, x bar is equal to w1 x1 plus w2 x2 plus etc. wk xk divided by w1 plus w2 plus etc. wk, which is equal to sigma j equal to 1 to k wj xj by sigma wj, which is equal to sigma wx by sigma w, is called the weighed arithmetic mean. ഇനി അടുത്തത് അതിനൊരു എക്സാമ്പിൾ ചെയ്തേക്കുവാണ്. ഇഫ് എ ഫൈനൽ എക്സാമിനേഷനെ കുറിച്ച്, നിങ്ങളുടെ എക്സാം അങ്ങനെ തന്നെയാണ്, വെയ്ഡ് ആണ്. ഒരു ക്രെഡിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റും മാർക്കും. സിഗ്മ സി ഐ ക്രെഡിറ്റും ഗ്രേഡും സിഗ്മ സി ഐ ജി ഐ ബൈ സിഗ്മ സി ഐ ആണ് നിങ്ങളുടെ ഫോർമുല. അതുപോലെ തന്നെയാണ് ഇതും. If a final examination in a course is weighed 3 times as much as a quiz and a student has a final examination grade of 85 and quiz grade of 70 and 90, the mean grade is 1 into 70 plus 1 into 90 and ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് 3 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 into 85 divided by 1 plus 1 plus 3 is a weighed 3 times എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് മാത്രം വെയിറ്റ് ഇത്തിരി കൂടുതൽ. 415/5 is equal to 83. ഇനി അടുത്ത പ്രോബ്ലംസ്. ദ ഗ്രേഡ്, ഇത് നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ചെയ്താൽ മതി. The grade of a student on 6 examinations were 84, 91, 72, 68, 87 and 78. Find the arithmetic mean of the grades. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 84 plus 91 plus 72 plus 68 plus 87 plus 78 divided by 6. പിന്നെ അടുത്ത ചെയ്യാനായിട്ട് the measurement of the diameter of a cylinder were recorded by a scientist as 3.88, 4.09, 3.92, 3.97, 4.02, 3.95, 4.03, 3.92,
3.98 and 4.06 centimeters. Find the arithmetic mean of the measurements. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 3.88 plus 4.09 plus 3.92 plus 3.97 plus 4.02 plus 3.95 ഇങ്ങനെ 4.06 വരെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ 10 മെഷർമെന്റ്സ് ഉള്ളെങ്കിൽ 10 കൊണ്ട് കിട്ടിയതിനെ ഡിവൈഡ് ചെയ്യുക. സം എടുത്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ നമ്പേഴ്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. കുറേ നമ്പേഴ്സ് ആഡ് ചെയ്യാണ്ട് 5 + 3 8 8 + 6 14 അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക. അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ATM ട്രാൻസാക്ഷൻസ് പെർ ഡേ വെയർ റെക്കോർഡഡ് as at 15 locations in a large city. ഇപ്പോൾ 15 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ദ ഡേറ്റ വെയർ 35 49 225 50 30 65 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 15 ലൊക്കേഷൻസിലെ ATM ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 15. അടുത്തത് എ സ്റ്റുഡൻസ് ഫൈനൽ ഗ്രേഡ് ഇൻ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഇംഗ്ലീഷ് ആർ 300 82 86 90 and 70. If the respective credits received per these courses are 3 5 3 and 1. അപ്പോൾ ഇത് ഇവിടെ ചെയ്യേണ്ടത് വെയ്ഡ് ആണ്, നിങ്ങളുടെ പ്രോബ്ലം ചെയ്യണ പോലെ. അപ്പോൾ ആദ്യത്തെ കോഴ്സിന് 3 ആണ് ക്രെഡിറ്റ്. അപ്പോൾ 82 × 3 plus 86 × 5 plus 90 × 3 plus 70 × 1 divided by ഇത് 3 plus 5 plus 3 plus 1 divided by 8 plus 11 divided by 12 അപ്പോൾ വരും. ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ സിഗ്മ CI മാർക്ക് MI CI MI by സിഗ്മ CI ആയിട്ട് ചെയ്യുക. അടുത്തത് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് 6 6s 7 7s 8 8s 9 9s and 10 10s. അപ്പോൾ എല്ലാത്തിൻ്റെ എക്സും എഫും സെയിം ആണ്. 6 × 6 plus 7 × 7 plus 8 × 8 plus 9 × 9 plus 10 സിഗ്മ FX കാണുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 plus 7 plus 8 plus 9 plus 10 ഡിവൈഡ് ബൈ 40 വരും. അപ്പോൾ 6² plus 7² plus 8² plus 9² plus 10² ഡിവൈഡഡ് ബൈ 40. ഇത്രയാണ് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് നെക്സ്റ്റ് മൺഡേയിലേക്ക് ഇത് ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. അപ്പം നമുക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. Z1 നമുക്കതിനെ x1 plus y1 എഴുതാം. Z2നെ x2 plus y2, Zn xn plus yn അങ്ങനെ എഴുതുവാണെങ്കിൽ z bar is equal to x bar plus y bar. അപ്പോൾ അത് ചെയ്യുന്നതിന് പ്രൂഫായിട്ട് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. z bar is equal to z1 plus z2 plus etc. zn by n ഡെഫിനേഷൻ n നമ്പേഴ്സിൻ്റെ എടുത്ത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ആ n നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. z ന് പകരം x1 plus y1 എഴുതാം. z2 ന് പകരം x2 plus y2 എഴുതാം. പ്ലസ് എക്സെട്ര xn plus yn ഓൾ ഡിവൈഡഡ് ബൈ n. ഇനി ഇതിലെ x ടേംസ് എല്ലാം കൂടെ എടുക്കുമ്പോൾ x1 plus x2 plus etc. xn plus y1 plus y2 plus etc. yn ഇതിനെ രണ്ടായിട്ട് ക്ലബ് ചെയ്ത് എഴുതി. x ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചെഴുതി, y ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചെഴുതി. സോ ഈ ടേമിന് ഇപ്പോൾ 2 ടേംസ് ആയിട്ട് 2 ബ്രാക്കറ്റിലായിട്ട് എഴുതി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി രണ്ടും ടേം വൈസ് ഡിവൈഡ് ചെയ്യാം. x1 plus x2 plus etc. xn by n plus y1 plus y2 plus etc. yn by n which is equal to x bar plus y bar. The algebraic sum of the deviations of a set of numbers from their arithmetic mean is 0. Ini that is sum of the deviations of x1 plus x1 x2 etc. xn from their mean is x bar is 0. For the proof നമ്മൾ d1 x1 minus x bar നമ്മൾ സം ഓഫ് ഡീവിയേഷൻസ് എഴുതണം. അപ്പം നമ്മൾ d1 ഡീവിയേഷന് x1 minus x bar, d2 is x2 minus x bar, dn is xn minus x bar.
So sum of deviations equal to d1 plus d2 plus etc. dn, which is equal to x1 minus x bar plus x2 minus x bar plus etc. xn minus x bar, which is equal to ഇതിലെ x1s എല്ലാം കൂടെ ക്ലബ് ചെയ്ത് x1 plus x2 plus etc. xn, x bar എല്ലാം കൂടെ എഴുതുമ്പോൾ n x bar ആണുള്ളത്. 1 ഇവിടെ 2 ഇവിടെ എത്തുമ്പോഴേക്കും n x bar. So sigma j equal to 1 to n x j bar into n into x bar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sigma j equal to 1 to n x j by n ആണ് x barന്റെ definition. So this n ഉം ഈ n ഉം കൂടെ ക്യാൻസൽ ആയി. So this will be sigma j equal to 1 to n x j minus sigma j equal to 1 to n x j, which is equal to 0. ഇനി അത് ആ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ് ഈ എക്സാമ്പിൾ. അപ്പോൾ ഈ നമ്പർ പ്രോപ്പർട്ടീസിൽ ഈ നമ്പർ എടുക്കുകയാണെങ്കിൽ 84, 91, 72, 68, 87, 78. അപ്പോൾ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു. 84 പ്ലസ് 91 പ്ലസ് 72 പ്ലസ് 68 പ്ലസ് 87 പ്ലസ് 78 ഡിവൈഡഡ് ബൈ 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 480 by 6, which is equal to 80. So 84 minus ഇനി നമ്മളുടെ d1 എന്നുള്ളത് 84 minus 80, d2 is 91 minus 80, d3 is 72 minus 80, d4 is 68 minus 80. അങ്ങനെ എല്ലാം കൂടെ the deviations എടുത്തു. So it is 84 minus 80 is 4, 91 minus 80 is 11, 72 minus 80 is minus 8, 68 minus 80 is minus 12, 87 minus 80 is 7, 78 minus 80 is minus 2. ഇനി കിട്ടിയ ഡീവിയേഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ we will get 4 plus 11 plus minus 8 plus minus 12 plus 7 plus minus 2. 4 plus 11 എന്ന് പറഞ്ഞാൽ 15 plus പോസിറ്റീവ് വാല്യൂ ഉള്ളത് 7. 15 plus 7 is 22. Minus 8 minus 12 is minus 20, minus 20 minus 22, minus 22. So sum is equal to 0. നമ്മുടെ പ്രൂഫിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the sum of squares of deviations of a set of numbers from any number a is minimum if and only if a equal to x bar. ഇത് പ്രോപ്പർട്ടി ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, പ്രൂഫൊന്നുമില്ല. അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, x1, x2, എക്സെട്ര xn. അങ്ങനെയാണെങ്കിൽ സിഗ്മ j ഈക്വൽ ടു 1 to n x j മൈനസ് എ അങ്ങനെ എടുത്തു. എ ആണ് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ. അതിൻ്റെ ഓൾ സ്ക്വയർ ഈസ് എ എന്ന് പറഞ്ഞ ഒരു എടുത്തു. എ ഓൾ സ്ക്വയർ ഈസ് മിനിമം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു എക്സ് ബാർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയാണുള്ളത്. അപ്പം നിങ്ങൾ അസൈൻമെൻ്റായി തന്നിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക.